ഹായ് ഗൈസ്, ഇതുണ്ടോ? ഇപ്പോൾ നമ്മൾ വലിയ കുറച്ച് പണികളിലായിരുന്നു. ഇന്ന് നമുക്ക് ഓഫായിരുന്നു കേട്ടോ, അവധി ദിവസമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കുറച്ചധികം പണികളൊക്കെ ചെയ്തു. ഇവിടെ മൊത്തം അഴുക്കായിരുന്നു കേട്ടോ. അപ്പം തെന്നിയിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നീറ്റുകയൊക്കെ വാങ്ങിച്ചിട്ട് അത് നീറ്റുകയൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തു. എന്നിട്ട് പിന്നെ അതെല്ലാം വണ്ടി പോകുന്നിടത്ത് നടക്കുന്നിടത്തെല്ലാം ആകപ്പാട് ചെളിയും മറ്റേ പായൽ വന്ന് അടിഞ്ഞിട്ട് ആകപ്പാട് കുളമായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൃഷിഭവനിൽ നിന്നല്ല, അല്ലാണ്ട് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് നീറ്റുകയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മുറ്റം മുഴുവൻ തെറ്റി നടക്കുന്നതുകൊണ്ട് തന്നെ നീറ്റൊക്കെ വാങ്ങിയിട്ട് നീറ്റിയെടുക്കും. അങ്ങനെ എന്താ ചേട്ടാ പറയുന്നത്? എനിക്ക് അതിനെപ്പറ്റി നല്ലതായിട്ട് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് സംഭവം കാണുന്നത് തന്നെ. നമ്മളൊക്കെ വീട്ടിലിങ്ങനെ വഴുക്കലുണ്ടാകുമ്പം കുമ്മായം കുറച്ച് കടയിൽ നിന്ന് കുമ്മായമായിട്ട് വാങ്ങിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ തൊട്ടിട്ട് പമ്പ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ ക്ലോറിൻ കിട്ടും. അങ്ങനെ ഈ കുമ്മായം തന്നെ ക്ലോറിൻ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്ന് ഇച്ചിരിയൊക്കെ ഇടും. അല്ലാണ്ട് നമ്മൾ ഇതുപോലെ വീട്ടിൽ നീറ്റി എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. എൻ്റെ കുഞ്ഞിലെ പോലും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അതാണ് സത്യം. അതാണ് എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. എൻ്റെ ചെടികളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു ഗൈസ്. കണ്ടോ, എല്ലായിടത്തും ഇപ്പുറത്തിട്ടു. അതിൻ്റെ കൂടെ അവിടെ നമ്മൾ പച്ചക്കറി ഇടാൻ വേണ്ടി നിന്നിടത്തുനിന്ന് റോസയെല്ലാം വെട്ടി മാറ്റി. റോസയുടെ ചോടിവിടെ നിൽപ്പുണ്ട്, അത് പൊട്ടിക്കെടുത്ത് വന്നോളും പിന്നീട്. പക്ഷേ നമ്മളതിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു വെട്ടി മാറ്റി. പിന്നെ ചേട്ടായി അമ്മയും കൂടെ ഇതേ കൃഷിക്കുള്ള തടം ഒരുക്കുവാണ്. അപ്പം ഞാൻ അങ്ങനെ പറയായിരുന്നു, കർഷകർ എൻ്റെ കൂടെ പണിയാന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടാ എന്നെ കളിയാക്കുമായിരുന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് പിന്നെ ഇതിലൊക്കെ ഓൾറെഡി നല്ലപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓർമ്മയുണ്ടാവും. പച്ചമുളക് കായ്ച്ചു നിന്നില്ലേ, അതൊക്കെ ഇതിനകത്തായിരുന്നു കേട്ടോ. അതെല്ലാം പറിച്ച് മാറ്റിയിട്ട് രണ്ടാമത് സെക്കൻഡ് ട്രിപ്പ് വളമിട്ടിട്ട് അതിലേക്ക് തൈകൾ നടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ സമയത്ത് നട്ട് കഴിഞ്ഞാൽ മഴ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും തൈകളെല്ലാം ചീഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പം ഇങ്ങനെ പണയായിട്ട് വെട്ടുന്നത്. അപ്പം ചേട്ടായിയും അമ്മയും ശ്യാമളാമ്മയും മിനിയമ്മയും രണ്ടമ്മമാരുണ്ട് കേട്ടോ. അമ്മായിമ്മയും അമ്മയുണ്ട്. അപ്പോൾ രണ്ടുപേരും അമ്മയെന്ന് ഞാൻ വിളിക്കുന്നുണ്ട് തന്നെ, പേര് കൂട്ടിയാണ് ഞാൻ വിളിക്കാറ്. അപ്പം അവർ രണ്ടുപേരുടെ അങ്ങനെ ഇതിനകത്ത് എന്തൊക്കെയാണ് ചാണകപ്പൊടി ഉണ്ട്, എല്ലുപൊടി ഉണ്ട്, അതുപോലെ തന്നെ കുമ്മായം കുറച്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേട്ടായി മിക്സ് ചെയ്തു. ചേട്ടായി നല്ല കർഷകനാണ് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം സ്ഥലം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കൃഷി ചെയ്യാത്തത്. മറ്റേ കൃഷി വകുപ്പ് മന്ത്രിയുടെ നിന്ന് ഇതൊക്കെ മികച്ച കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവർ തൃശ്ശൂരുണ്ടായിരുന്ന ഹോസ്റ്റലിൽ വെച്ച് വർക്ക് ചെയ്ത സമയത്ത് നന്നായിട്ട് ചെയ്യും. ചേട്ടാ എന്ത് നട്ടാലും വാരിയിട്ട് വലിച്ചെറിഞ്ഞാലും ഉണ്ടാകും എന്നൊരു കാറ്റഗറി പറയില്ലേ, ആ കാറ്റഗറി പെട്ട ആളാട്ടോ. ഞാനൊക്കെ കുഴിച്ച് വെച്ചാലും ഉണ്ടാവില്ല. അങ്ങനെ ചേട്ടായി നന്നായിട്ട് കൃഷി ചെയ്യും. ചേട്ടായി ചെയ്താൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നല്ല രീതിയിൽ പച്ചമുളകൊക്കെ നമുക്ക് ഇഷ്ടം പോലെ, നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഇഷ്ടം പോലെ പച്ചക്കറി കിട്ടി. അതുപോലെ തന്നെ ലാസ്റ്റ് പ്ലാസ്റ്റിക് വിരിച്ചു. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഹോൾ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് അടിവളം കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു. അപ്പം എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക, വെളിയിൽ നിന്ന് വാങ്ങിക്കാതെ. അതുപോലെ തന്നെ നല്ല വഴുക്കലുള്ള സമയമാണ്, മഴ പെയ്ത് എല്ലാ തറയും ഒക്കെ നല്ലപോലെ പായൽ പിടിച്ചിട്ടുണ്ടാകും. പ്രായമുള്ളവരൊക്കെയുള്ള വീട്ടിൽ ഇതുപോലെ ഇച്ചിരി നീറ്റൊക്കെ വാങ്ങിച്ച് വെച്ച് നമുക്ക് ഇഷ്ടം പോലെ കുമ്മായം കിട്ടും. അത് ഫുള്ളിങ്ങനെ ക്ലിയർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതൊക്കെ ചെയ്യാം. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക.